കൈവെട്ട് കേസിൽ അറസ്റ്റിലായ സവാദിന്റെ പശ്ചാത്തലം അറിയില്ലായിരുന്നുവെന്ന് ഭാര്യ 24-നോട് പോലീസ് മൊഴി രേഖപ്പെടുത്തി. സവാദ് എന്ന പേര് മാത്രമാണ് സർട്ടിഫിക്കറ്റിൽ കണ്ടതെന്നും യുവതി 24-നോട് പറഞ്ഞു. ഇവര് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് അറിയായിരുന്നോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. കസ്റ്റഡിയിൽ പേര് അങ്ങനെ ഉണ്ടെന്ന് ഒരു പ്രാവശ്യം സർട്ടിഫിക്കറ്റിൽ കണ്ടല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും കഥകളൊന്നും അറിയില്ല. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ സവാദിന്റെ ഭാര്യയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം NIA അടക്കം ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അവരിതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അരുൺ പൂപ്പറമ്പ. റീജിത്ത്, പോലീസാണ് ഈ ഘട്ടത്തിൽ ഈ സവാദിന്റെ ഭാര്യയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത്. ഇന്നലെ രാത്രി വീട്ടിൽ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തി എന്നതാണ് സവാദിന്റെ ഭാര്യ തന്നെ പറയുന്നത്. അതിൽ പ്രധാനമായും പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: സവാദ് എന്ന പേര് സർട്ടിഫിക്കറ്റിൽ നേരത്തെ തന്നെ കണ്ടിരുന്നു. അത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് സവാദ് എന്ന പേര് കണ്ടത്. അത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അന്വേഷണ സംഘത്തിനും ആ വിവരമുണ്ട്. ഈ ഭാര്യയ്ക്ക് ഈ സർട്ടിഫിക്കറ്റിൽ ഈ പേര് കണ്ടു എന്ന വിവരമുണ്ട്. അല്ലാതെ സവാദിന്റെ പശ്ചാത്തലമോ സവാദിന്റെ ഈ കേസിനെ പറ്റിയുള്ള മറ്റു വിവരങ്ങളോ തനിക്ക് അറിയില്ല എന്നതാണ് ഈ സവാദിന്റെ ഭാര്യ ഖദീജ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് പറയാൻ താല്പര്യമില്ല. വിശദമായി എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നാകെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ സവാദിന്റെ ഭാര്യ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് NIA സംഘം കൂടി ഉടൻ ഈ കാസർഗോഡ് എത്തി ഈ സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. NIA സംഘം കാസർഗോട്ടേക്ക് എത്തുമെന്ന വിവരം ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലൂടെ ഉൾപ്പെടെ കടക്കുകയാണ്. പോലീസ് എന്തായാലും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ ഈ വീട്ടിലെത്തി ഇത്തരം മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും സവാദിന്റെ പേര് സർട്ടിഫിക്കറ്റിൽ കണ്ടിട്ടുണ്ട്. സവാദിന്റെ കേസിന്റെ പശ്ചാത്തലമോ മറ്റ് കഥകളോ തനിക്കറിയില്ല എന്ന് തന്നെയാണ് സവാദിന്റെ ഭാര്യ പ്രതികരിക്കുന്നത്. ഇത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം കൂടുതൽ അതിന്റെ അന്വേഷണം നടത്തിയ ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ പിതാവും ഇതേ തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. സവാദിന്റെ പശ്ചാത്തലം അറിയില്ല എന്ന പ്രതികരണമാണ് നടത്തിയത്. ഇതെല്ലാം വിശ്വാസത്തിൽ അന്വേഷണ സംഘം എടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണം അതിന്റെ ഭാഗമായി നടക്കുകയാണ്. ശരി, സവാദുമായി ബന്ധപ്പെട്ട്, സവാദ് ഒളിവിൽ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം വർഷങ്ങൾ എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് NIA കടന്നിട്ടുണ്ട്. കൈവെട്ട് കേസിൽ അറസ്റ്റിലായ സവാദിന്റെ പശ്ചാത്തലം അറിയില്ലായിരുന്നു എന്നാണ് ഭാര്യ ഇപ്പോൾ 24-നോട് വ്യക്തമാക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു.